ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്നല്ലേ, ചാക്കോനെ ഡെലിവറി ചെയ്തതിന് ശേഷം കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് പതുക്കെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരു ബോഡി റെജുനേറ്റിംഗ് പരിപാടിക്ക് ഒന്ന് പോയി നോക്കണം, ഒന്ന് റിലാക്സ്ഡ് ആവണം. പക്ഷേ അതിന് പറ്റിയ ടൈം ഇപ്പോഴാണ് കിട്ടുക. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ. അപ്പം ഞാൻ എവിടെ പോകണം, ഏതാണ് നമുക്ക് നിയർ ബൈ ആയിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ L4 Life പറ്റി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നത് കേട്ടോ. നമ്മുടെ സമേതയുടെ എന്താ പറയുക, ഒരു സൈഡാണ് കേട്ടോ ഈ L4 Life എന്ന് പറയുന്നത്. സമേതയിൽ നമ്മൾ കൂടുതലും എന്താണ് പ്രസവരക്ഷ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഇവിടെ റെജുനേറ്റിംഗ് പരിപാടികളാണ് കൂടുതലും ഉള്ളത് കേട്ടോ. ഭയങ്കര ലൊക്കേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്പേസാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകതയും അതാണ്. നമ്മൾ പ്രസവരക്ഷയ്ക്കൊക്കെ പോകുമ്പം നമ്മൾ പ്രസവിച്ച ആളുടെ അമ്മയും കൂടെ പോവുക, അതൊക്കെയാണല്ലോ. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ പേരൻസിന് ഗിഫ്റ്റ് ചെയ്യാം, ഒരു സ്റ്റേക്കേഷൻ പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. കാരണം അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. അവരുടെ വാം വെൽക്കമിംഗ് ഒക്കെ കഴിഞ്ഞതേ ഞങ്ങൾ കയറിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ തലേന്ന് വിളിച്ച എല്ലാ കാര്യങ്ങളും അവരുടെ ആൾക്കാർ തിരക്കും. എന്നെ ഗൈഡ് ചെയ്തത് നികിതയായിരുന്നു കേട്ടോ. നികിത എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിച്ച്, ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട. നിയർ ബൈ എന്തെങ്കിലും മെഡിസിൻസ് വേണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണം, എല്ലാം നമുക്ക് നിയർ ബൈ ഉണ്ട്. മലയാറ്റൂരാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഈ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ലൊക്കേഷൻ പറയാൻ പോലും ഞാൻ വിട്ടുപോയിട്ടോ. കാരണം എത്ര എന്താ പറയുക, എവിടെ നോക്കിയാലും ഹരിതാപവും പച്ചപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇവരെ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവർ തരുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ട്രസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു പ്ലേസ് എന്ന് തന്നെ പറയാം കേട്ടോ. പിള്ളേർ സേഫായിരിക്കും കേട്ടോ. ഒരു പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. അവർ റൂമിൽ വളരെ സേഫായിരിക്കും. ഇങ്ങനൊരു പിള്ളേർ വന്നപ്പോൾ തൊട്ട് ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ കണ്ണ്. അതും എല്ലാ നീറ്റ്നെസ് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളും അത്രയും വൃത്തിയിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇതിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത് തന്നെയാണ്. നമ്മൾ പുഴയിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ റൂമും അതുപോലെ ഈ ഏറുമാടം പോലത്തെ സെറ്റപ്പൊക്കെ വരാം കേട്ടോ. പിന്നെ ഇവർക്ക് കൃഷി, അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം ആദ്യം പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. പക്ഷേ എനിക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ L4 Life. നിങ്ങൾക്ക് ഇതിൻ്റെ പേജും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല കേട്ടോ, അവർക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ് L4 Life എന്ന് പറയുന്നത്. എൻ്റെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമായിരുന്നു. ഇപ്പോൾ നല്ല വാം വെൽക്കം, നല്ല ലൈം ജ്യൂസ് കിട്ടി. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മിൻറ്റ് ഒക്കെ അവരുടെ ഓൺ സാധനങ്ങളാണ് കേട്ടോ. അവിടെ നല്ല ഭംഗിയിൽ അവരത് കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം അപ്സ്റ്റേഴ്സിലായിരുന്നു കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റാഫുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ലക്ഷറി റൂം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും ഭംഗിയിലാണ് ഓരോ ഫർണിച്ചേഴ്സ്. നമുക്ക് വേറൊരു കാര്യത്തിന് ഒരാളോട് ചോദിക്കാൻ പോലും പോകേണ്ടി വരില്ല. അത്രയും ഭംഗിയിൽ എല്ലാ കാര്യങ്ങളും റൂമിൽ വേണ്ട A to Z സാധനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കെറ്റിൽ, ടീ ബാഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂം ഒക്കെ നീറ്റായിരുന്നു കേട്ടോ. അതെ, ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേ. അപ്പോൾ ദേ ബാംബുവിൻ്റെ ബ്രഷ്, ബാംബുവിൻ്റെ ഹെയർ ബ്രഷ്, അങ്ങനെയല്ല. അത് കഴിഞ്ഞ് നമ്മൾ കൺസൾട്ടേഷന് പോയിട്ടോ. നമ്മുടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിനുള്ള കൺസൾട്ടൊക്കെ കൊടുത്തിട്ട് നമ്മുടെ എന്ത് ആവശ്യമുണ്ട്, ഇപ്പോൾ നെക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ലെഗ് പെയിൻ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പറയും. അതുപോലെ തന്നെ എൻ്റെ BP നോക്കിയപ്പോൾ എൻ്റെ BP ഭയങ്കര ലോ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീം കുറച്ച് നേരം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓടിപ്പോയി ഒരു കാര്യം ചെയ്യില്ല. പ്രോപ്പറായിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പോവുള്ളൂ കേട്ടോ. ഞാൻ നോക്കുമായിരുന്നു അവരെന്ത് ഭംഗിയിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത്. അത്രയ്ക്കും നീറ്റാണ് കേട്ടോ. കാരണം സംഭവം കുഴമ്പും പൊടികളും ഒക്കെയാണ്. പക്ഷെ അതിൻ്റെ ഒരു അംശം പോലും ഇവിടെ കാണാനില്ല കേട്ടോ. ഭയങ്കര ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്റ്റാഫിൻ്റെ ഒരു മിടുക്ക് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക, നമ്മളൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അത് നീറ്റായിട്ട് അല്ലേ. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേനും ഇവർ എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയായിരുന്നു, ഇപ്പോൾ ചിലർ പേരൻസിന് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഇങ്ങനെ ഒരു 2-3 ദിവസം അവർക്കൊരു സ്റ്റേക്കേഷൻ പ്ലസ് ബോഡിക്കൊരു കെയർ ആണല്ലോ. ഇപ്പം നമ്മൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരൻസിന് എന്തോരം കാണും. അങ്ങനെ ഞാൻ അവരുടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ നോക്കുകയാണ് കേട്ടോ. എല്ലാം അവരുടെ ഓൺ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അവർ ചെയ്യുന്ന ഓൺ പ്രൊഡക്ട്സ് ആണ് എല്ലാം. അങ്ങനെ രാസനദിപ്പൊടി ഇട്ട് അതങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് കുറി തൊട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കുറേ നാളുകളായി. പിന്നെ കുറി തൊടുമ്പോൾ നെറ്റിയിലൊരു ചെറിയൊരു തണുപ്പും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ.
അപ്പോൾ അവർ തന്ന വേഷത്തിൽ നല്ല നല്ല കുട്ടിയായിട്ടിരിക്കണം. അപ്പോൾ എന്നോട് ആ കുട്ടി പറയാണ് നല്ല മുടി പൊഴിച്ചിലുണ്ട് ചേച്ചി എന്ന് പറയണം. നല്ല മുടി പൊഴിച്ചിലുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മൾ ആയുർവേദിക് പ്രൊഡക്ട്സ് ഇപ്പോൾ യൂസ് ചെയ്യുമ്പം ഷാമ്പൂ ആയിക്കോട്ടെ ബോഡി വാഷ് ആയിക്കോട്ടെ ഈ ഷാമ്പൂവിനായാലും വലിയ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ സാധാരണ പറപ്പിക്കുന്നതിൽ നല്ല അടിപൊളിയായിട്ട് ഷാമ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാജിങ് അത് ഞാൻ പറഞ്ഞില്ലേ ഞാനത് തുടങ്ങിയപ്പോൾ തൊട്ട് ഉറങ്ങുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്കിവിടെ കുറേ ഡേയ്സിൻ്റെ ഇപ്പോൾ 1 ഡേയുടെ ഉണ്ട്, 3 ഡേയ്സിൻ്റെ ഉണ്ട്, 7 ഡേയ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരം പാക്കേജുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കത് ഡിസൈഡ് ചെയ്യാം. എന്താണ് നമ്മുടെ ഇപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കില്ലല്ലോ വേറൊരാൾക്കുണ്ടാവുക. പിന്നെ ഇവിടെ ജെൻസിനും മസാജ് ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് ജെൻസ് തന്നെ ചെയ്യുന്നുണ്ട്. ഡോൺ ചേട്ടനൊക്കെ ചെയ്തപ്പോൾ ഡോൺ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് സംഭവം ഞാൻ ഒരു ദിവസമേ ചെയ്തുള്ളെങ്കിൽ പോലും എനിക്ക് എൻ്റെ ഫേസിൽ ചെയ്ത ഒരു കാര്യം അത് ഭയങ്കര ഇഫക്റ്റീവായി. വെരി നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മുഖം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഔട്ട്പുട്ടായിരുന്നു എനിക്ക് ഓരോ ഫേസ് മാസ്ക് ഒരു ഭംഗിയിൽ അത് ചെയ്തു തന്നു കേട്ടോ. നമ്മൾ ഓക്കെ ആണോ, നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളും ഓക്കെ ആണോ, ഈ ഒരു സംഭവം അത് നമ്മുടെ കണ്ണിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം യൂസ് ചെയ്യുക ഫോൺ തന്നെയായിരിക്കും. അതിലൊന്നും ഒരു സംശയമില്ല. നമ്മുടെ കണ്ണ് അത്രയ്ക്കും ചൂടായിരിക്കും അല്ലേ. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനാണ് ഇതിൻ്റെ പേര് എൻ്റെ അറിവിൽ നേത്രധാര എന്ന്. എനിക്കിതിൻ്റെ പേരുകൾ പർട്ടിക്കുലർലി പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇതൊരു എന്താ പറയുക ഫേസ് മസാജ് ആണ് കേട്ടോ. അവരുടെ ഒരു ഫേസ് ഓയിലിട്ട് പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഇട്ടിട്ട് ഒരു ഫേസ് മസാജ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ ഒരു മസാജിൽ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടണം അല്ലേ. എന്തെങ്കിലും ചെയ്ത് കൂട്ടുക എന്നല്ലല്ലോ, നമ്മൾക്കും കൂടെ അത് സാറ്റിസ്ഫൈങ് ആയിരിക്കണം. അപ്പം നമുക്ക് അവർ മസാജ് ചെയ്യുമ്പം അവർ തരുന്ന പ്രഷർ ഓക്കെ ആണോ, അല്ലെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ പ്രഷർ വേണോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂട്ടോ. ഇപ്പം സ്കിൻ അലർജീസ് അല്ലെങ്കിൽ ചിലർ ഇതിന് മുമ്പ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ ഇതൊക്കെ ചോദിച്ചറിഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ BP ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ അതുപോലെ എനിക്ക് നീരിറക്കം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഹെയർ മാസ്ക് നമ്മൾ ആദ്യം ഇടുക. അല്ലെങ്കിൽ നമ്മൾ എണ്ണ തേച്ച വഴിക്ക് തന്നെ ഹെയർ മാസ്ക് യൂസ് ചെയ്യും. ആ ഹോൾ പ്രോസസ്സ് ഒരു 3 അവേഴ്സിൻ്റെ പ്രോസസ്സാണ്. ആ 3 അവേഴ്സ് നമ്മളിത് യൂസ് ചെയ്യും. പക്ഷേ എനിക്ക് പെട്ടെന്ന് എനിക്ക് തണുപ്പ് തലയിൽ പറ്റില്ല. അപ്പോൾ എനിക്കത് പറ്റാത്തതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഹെയർ മാസ്ക് വെക്കുക. അതും എനിക്ക് കുറേ കൂടെ എളുപ്പമായിട്ടോ. അതേ നമ്മൾ മുഖത്ത് സ്റ്റീം കൊടുത്തിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തു കേട്ടോ. അതും ഭയങ്കര എനിക്കൊരു പാർലറിൽ ചെയ്യുന്നതിനേക്കാൾ ഒരു ഗുമ്മ് തോന്നി കേട്ടോ. അത്രയ്ക്കും ഭംഗിയിലാണ് കുട്ടികൾ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഫേസ് പാക്ക് പലതരം ഫേസ് പാക്ക് ഇപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്താണോ ആവശ്യം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം 3 ഡേയ്സ് ഒക്കെ ആണെങ്കിൽ 3 ഡേയ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കുകളായിരിക്കും അവർ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞിട്ട് വല്ല തെറ്റിപ്പോയാൽ പിന്നെ അത് പണിയാവും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു കിഴി കെട്ടിയിട്ട് ഇതിൻ്റെ പേരും ഞാനിത് ഈ വീഡിയോയ്ക്കിടയിൽ ഓർക്കുമ്പോൾ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ വീഡിയോ ആദ്യമേ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് അങ്ങോട്ട് നമ്മൾ ടൗണിൽ നിന്ന് പെട്ടെന്നൊരു ഫോറസ്റ്റ് ഏരിയയിൽ ചെന്ന് പെട്ട ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുകൂടാ. ഇതിപ്പോൾ എനിക്കിഷ്ടമായി, എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. അതിപ്പോൾ വേറൊരാൾക്ക് അതൊരു ഉപകാരമായാൽ അത് നല്ല കാര്യമല്ലേ. പിന്നെ ഞാൻ നോക്കില്ല, അങ്ങ് A to Z അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ലെഗ് മസാജും കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ആ ജോയിൻറ്റിൽ നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് നോക്കി ഉപ്പൂറ്റിയിൽ അങ്ങനെയൊക്കെ എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പം അതനുസരിച്ച് അവർ മസാജ് ചെയ്യും. പിന്നെ എനിക്ക് സെക്ഷൻ ആയിരുന്നല്ലോ, രണ്ടും സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിൽ നമ്മുടെ എപ്പിഡ്യൂറൽ എടുക്കുന്നിടത്ത് അനസ്തേഷ്യ എടുക്കുന്നിടത്ത് ഭയങ്കര പെയിനാണ്. അപ്പോൾ അതിന് ആയിട്ടുള്ള പ്രഷർ കൊടുത്തിട്ടുള്ള മസാജ് ഒക്കെ ചെയ്തു തന്നിരുന്നു കേട്ടോ. ഭയങ്കര സുഖമായിരുന്നു. എനിക്ക് ആകെ സങ്കടം ഉണ്ടായിരുന്നു, എനിക്ക് സ്റ്റീം വളരെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കുഴപ്പമല്ല കേട്ടോ, എൻ്റെ ബോഡിയുടെ കുഴപ്പമാണ്. എനിക്ക് BP ഭയങ്കര ലോ ആയിരുന്നു കേട്ടോ. അത് പറഞ്ഞത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ അത്രയും കൺസേൺ എടുത്തവർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്കത് പറ്റില്ല, നമ്മുടെ ബോഡിക്ക് അതിപ്പോൾ പറ്റില്ല എന്ന് കണ്ടിട്ട്. പിന്നെ ഇത് എന്താ പറയുക ബോഡി പോളിഷിംഗ് ആണ് കേട്ടോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്റ്റീമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡി പോളിഷിംഗ് ഉണ്ട്. അതായത് ഹെർബൽ ബോഡി പോളിഷിംഗ് അങ്ങനെ ഹോൾ ബോഡിയാണ് കേട്ടോ നമുക്ക് പോളിഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സാൻഡലിൻ്റെ പാക്ക് ഉണ്ട്. ഇതൊക്കെ ഭംഗിയിൽ ചെയ്തു തരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്തിട്ടാ പറഞ്ഞത്
ശിരോധാര അതാന്ന് തോന്നുന്നു, പറയണം തോന്നുന്നു, എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. അങ്ങനെ ഒരു അടിപൊളി കുളി ഞാൻ അങ്ങോട്ട് പാസ്സാക്കി കേട്ടോ. എന്താ പറയുക, വിസ്തരിച്ച് നല്ല ചൂട് വെള്ളത്തിൽ എല്ലാം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ ഷവർ ജെല്ലും ഷാമ്പൂ ഞാൻ പറഞ്ഞല്ലോ, അടിപൊളി നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ എന്താ പറയുക, ഇൻഹേലേഷനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനുള്ള ഒരു മരുന്നിന് എൻ്റെ ഒരു ഇൻഹേലേഷനാണ് കേട്ടോ. ഭയങ്കര റിലാക്സിങ്. എനിക്ക് ആദ്യം പേടിയായിരുന്നു, ഈ കണ്ണിൽ ഇതൊഴിക്കുന്നതും ഇതും എനിക്ക് കുറച്ച് പേടിയായിരുന്നു. പക്ഷെ ചെയ്തപ്പോൾ ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നി. എന്താല്ലേ നമുക്കൊരാൾ നമ്മളെ കുളിപ്പിക്കുക, മുടി തോർത്തി തരിക എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ക്ഷമ ഞാൻ വല്ലാണ്ട് സമ്മതിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് സമേതയുടെ തന്നെ ലിപ് ബാമും അതുപോലെ തന്നെ കാജലൊക്കെ അവരുടെ നല്ലതാണ് കേട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതൊക്കെ കാര്യമായിട്ട് ഇതേ എഴുതുന്നുണ്ട്. ഞാൻ ആദ്യം എഴുതിയപ്പോൾ അത് തെറ്റിപ്പോയി, പിന്നെയും ഞാൻ എഴുതിയതാണ് കേട്ടോ. പിന്നെ ഇത് സമേതയുടെ തന്നെ ബോഡി ബട്ടറാണ് കേട്ടോ, സാൻഡൽ ബോഡി ബട്ടറാണ്. അപ്പോൾ അതും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെക്കിൻ്റെ അവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ സാധനമാണെന്ന്. പിന്നെ അവർ തന്നെ ഹോൾ ബോഡി എനിക്ക്, അതായത് ലെഗിലും ഹാൻഡ്സിലും ഒക്കെ പുരട്ടി തന്നു. അതിന് ശേഷം ഒരു ചുക്ക് കാപ്പിയുണ്ട്, അത് നിങ്ങൾ മിസ്സാക്കരുത് പോവുകയാണെങ്കിൽ. ചെറിയ ഗ്ലാസ്സായി പോയെന്നൊരു വിഷമമുണ്ട് എനിക്ക്, എന്നാലും ഭയങ്കരമായിരുന്നു. ടോൺ ചേട്ടൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ. ഹൈ, അതെന്ത് സന്തോഷം എന്നല്ലേ. ഡോൺ ചേട്ടന് ബോംബെ പോകേണ്ടതുകൊണ്ട് തന്നെ നോയമ്പ് മുറിഞ്ഞു പോയിട്ട് നോയമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെല്ലാം നോയമ്പാണ് കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടനും ഡാഡിക്കും നമ്മൾ നോൺ വെജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുക്ക് കാപ്പി സൂപ്പറായിട്ടുണ്ട്. എന്താ ടേസ്റ്റ്, ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കൂടെ എന്നാണ് ചോദ്യം. ഫുഡ്, നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ട്രീറ്റ്മെൻറ്റ് മാത്രം നന്നായിട്ട് കാര്യമില്ല, ഫുഡും കൂടെ അടിപൊളിയാവണ്ടേ. ഫുഡ് അതൊരു ഒന്നൊന്നര ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ചെന്നന്ന് ഉച്ചയ്ക്കുള്ള ഞങ്ങളുടെ ലഞ്ചാണ്. ചോറും സാമ്പാറും മോരും കൂട്ടുകറിയും അവിയലും. അയ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ. വൈകുന്നേരം നല്ല പഴംപൊരിയും ചായ 100ൽ ഞാൻ 150 മാർക്ക് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് ഞാൻ ഇത് പറയാൻ കാരണം, നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ബോറടി ഉണ്ടാവില്ല. ബോറടി മാറ്റാൻ പറ്റിയ കുറേ കാര്യം നമ്മുടെ സ്വന്തം ചേട്ടൻ മീൻ പിടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാൻ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് വേണ്ടി മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്തേലും ആവട്ടെ, പിള്ളേരുടെ സന്തോഷമാണല്ലോ നമ്മുടെ. മീനിപ്പോൾ വരും എന്ന് പറഞ്ഞ് കണ്ണ് പൊത്തിച്ച് നിൽക്കുകയുണ്ട്. അങ്ങനെ കുറേ നേരത്തെ മല്യുദ്ധത്തിന് ശേഷം ഒരെണ്ണത്തിനെ കിട്ടി കേട്ടോ നമുക്ക്. അങ്ങനെ നോക്കിയാൽ പടവലങ്ങ, നല്ല വലിയ പടവലങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പേരയ്ക്ക, ചാമ്പയ്ക്ക, എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ല അന്തസ്സുള്ള പേരയ്ക്കയും ചാമ്പയ്ക്കയും കഴിക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ടി ചേട്ടൻ എന്തും ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. സ്റ്റാഫുകൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യാനും ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പേരയ്ക്കയും ചാമ്പങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെയാണ് ഒരു സാധനം കാണിച്ചത്, തണ്ണിമത്തങ്ങ. ഞാൻ നമ്മുടെ നാട്ടിൽ തണ്ണിമത്തങ്ങ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ വീഡിയോസിൽ കാണുന്നതല്ലാണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തണ്ണിമത്തങ്ങ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മത്തങ്ങയുണ്ട്, ഇതിൻ്റെ പേരെന്തിട്ടായിരുന്നു മറന്നുപോയി. അതുപോലെ മാംഗോസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. റംബൂട്ടാൻ കുറേ ഉണ്ട്. ഇത് നമ്മുടെ നോർമൽ തണ്ണിമത്തൻ, ഇത് നമ്മുടെ രുദ്രാക്ഷാണ് കേട്ടോ. ആ ബ്ലാക്ക് ഉണങ്ങി ഈ പരുവത്തിലെത്തുന്നതാണ് രുദ്രാക്ഷ. അങ്ങനെ പിള്ളേർക്ക് വാട്ടർമെലനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ ഡിന്നർ ആക്കുന്നുണ്ട്. പേരയ്ക്ക അതിനിടയ്ക്ക് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇത് വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഡിന്നറും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഹോം മെയ്ഡ് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിടുക്കാച്ചിയായിരുന്നു. ഇത് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്ന് നിങ്ങളെയൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോ അല്ല നിങ്ങൾക്കോ ഒരു എന്താ പറയുക, ബോഡിക്ക് ഒരു റിലാക്സേഷൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് L4 ലൈഫ്. അവരുടെ നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഒരു നഷ്ടമാവില്ല. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെയായിരിക്കും കേട്ടോ L4 ലൈഫിന് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇങ്ങനെ ഈ വെക്കേഷൻ നമുക്കങ്ങ് കളർഫുള്ളാക്കാം L4 ലൈഫിൻ്റെ കൂടെ.